കെഎസ്ഇബി പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് തകർക്കുന്നത് സാമ്പത്തിക ക്രമക്കേട് മറയ്ക്കാനെന്ന് കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തനക്ഷമമാക്കാതെ പുതിയ സമിതിയെ നിയോഗിച്ചിരിക്കുന്നതിന് പിന്നിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിൽ നിന്നും ചിലരെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് എം മുഹമ്മദ് അലി റാവുത്തർ ആരോപിച്ചു. കോഴിക്കോട് വൈദ്യുതി ഭവൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച ഉത്തരമേഖലാ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസിനെ തുടർന്ന് ചീഫ് സെക്രട്ടറി കൂട്ടായ്മയെയും കെഎസ്ഇബി ലിമിറ്റഡിനെയും നേരിൽ കേട്ട് 2024 സെപ്റ്റംബർ 6 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം വകമാറ്റിയ പെൻഷൻ ഫണ്ട് 24% പിഴപ്പലിശയോടെ കെഎസ്ഇബി തിരിച്ചടയ്ക്കണം. ഇതിന് ഉത്തരവാദികളായവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് കെഎസ്ഇബിയിൽ നിന്നും ഇക്കാലയളവിൽ റിട്ടയർ ചെയ്തവരെ കൊണ്ട് തന്നെ വിദഗ്ധ സമിതി എന്ന പേരിൽ പുതിയ സമിതി രൂപീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് കളരിമുറിയിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വി.പി. രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.പി. ശ്രീദേവി, വൈസ് പ്രസിഡന്റ് ആർ. സ്വാമിനാഥൻ, കെ. വിജയൻ, പി.വി. ദിനേശ് ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി സി.കെ. മനോജ്, എസ്. പരമേശ്വരൻ, ജില്ലാ പ്രസിഡന്റ് പി.ഐ. അജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് വിദ്യാഭ്യാസ